ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മതി. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ള തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യം ഉള്ളൂ ഞാൻ ഇക്കാര്യത്തിൽ ബലമായി പീഡിപ്പിക്കാനൊക്കെ എനിക്ക് തന്നെ വേണമെന്നും ബലമായിട്ട് ഞാൻ സാധിച്ചുള്ള സമയത്ത് അവിടെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സജന ഒരു പിക്കിടും ഡിലീറ്റ് ചെയ്യും, വീണ്ടും അടുത്ത പിക്കിടും ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നാട്ടുകാരെടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോ അയ്യോ ഞാൻ അങ്ങനെയില്ല, അതെന്റെ ഇല്ല, എന്റെ അക്കൗണ്ട് ഹാക്കായി, ബ്ലാ ബ്ലാ ബ്ലാ. ഇപ്പം സ്വന്തം വായിന്ന് തന്നെ എല്ലാം പുറത്തു വന്നു. ബുദ്ധി ഇല്ല എന്നുള്ളത് മുൻപേ മനസ്സിലായതാണ്, ഇപ്പൊ ബോധവും ഇല്ലാന്ന് മനസ്സിലായി. സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബറിന് അയച്ചു കൊടുത്തിരിക്കുന്നു. യൂട്യൂബർ അതെടുത്തിട്ട് ഫിറോസിനും അയച്ചു കൊടുത്തു. ഇപ്പൊ എന്തായി? സജന പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പം പുറത്തെല്ലാരും അറിഞ്ഞു. 3 കോടി ബ്ലാക്ക് മെയിൽ ചെയ്ത് മേടിക്കാൻ നോക്കിയത് അടക്കം ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. തൃപ്തിയായോ സജന, നൂറ? ഇനിയും അടുത്ത കള്ളം കൊണ്ട് വരുമോ? അയ്യോ അതെന്റെ വോയിസ് അല്ല, അത് AI ആണ്. അല്ല, എന്ത് പറഞ്ഞാലും AI-യും ഹാക്കിങ്ങും ഉണ്ടല്ലോ എല്ലാവർക്കും. എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ള തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യം ഉള്ളൂ ഞാൻ ഇക്കാര്യത്തിൽ ബലമായി പീഡിപ്പിക്കാനൊക്കെ എനിക്ക് തന്നെ വേണമെന്നും ബലമായിട്ട് ഞാൻ സാധിച്ചുള്ള സമയത്ത് ഞാൻ ഇക്കാര്യത്തിൽ അക്കൗണ്ട് ഹാക്കായി എന്ന് പറഞ്ഞു വന്ന വീഡിയോയിലും അതിനു മുമ്പ് വന്ന വീഡിയോയിലും സജന പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങള് തമ്മിൽ വന്ന് പറഞ്ഞോളാം, അല്ലേ? ഇപ്പം സജനയുടെ വായിന്ന് തന്നെ വന്നല്ലോ ഞങ്ങള് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. ഇനിയിപ്പം വേറെ ആരും വന്ന് പറയണ്ട, സ്വന്തം വായിന്ന് തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നെന്നും എങ്ങനെയുള്ള ബന്ധമാണെന്നുള്ളത്. ഇനി ബാക്കി കേൾക്കാം. പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണ്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങൾ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോട്ടാൻ താഴെയുമല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുക്കുത്തി, ഇക്കാടെ ഓവർ കുക്കുത്തിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ, റസൂൽ പൂക്കുട്ടിക്ക് ഓവർ കുബുദ്ധി ആണെങ്കി സജനക്ക് എന്താ കുരുട്ട് ബുദ്ധിയാ? കുരുട്ട് ബുദ്ധി എന്നല്ല, ഫ്രോഡ് ബുദ്ധി എന്ന് വല്ലതുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും പറയണം. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് കുരുട്ട് ബുദ്ധി. എല്ലാം കണക്കാടേ, നീയും കണക്കാ, ലവനും കണക്കാ, നിന്റെ മറ്റവനും കണക്കാ. ഒരെണ്ണത്തിനെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒരു കണക്കിൽ പെട്ടതാ. ഫിറോസ് ചീത്തയാണ്, ഫിറോസ് അങ്ങനെയാണ്, ഫിറോസ് ഇങ്ങനെയാണ് എന്ന് വന്ന് പറഞ്ഞ നിനക്ക് എത്ര കാമുകമാരാ? 5ഓ 6ഓ? ഉളുപ്പ് കുറച്ചെങ്കിലും ഉണ്ടോ? കഷ്ടം. മറ്റുള്ളവന്റെ മുഖത്തോട്ട് ചളിവാരി എറിയുന്നതിന് മുമ്പ് സ്വന്തം മുഖം ഒന്ന് കണ്ണാടി നോക്കണമായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനി എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ നമ്മളെ സംസാരിച്ചതിന് ശേഷമാണ് ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും എല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. വളരെ ഷോക്കാ?
എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ മേടിച്ചോണ്ട് വരുന്ന കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റീവ് കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാള് എന്റെ വീട്ടിനാലും എന്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എന്റെ വീട്ടുകാരോട് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. നല്ല വീട്ടുകാര് കേട്ടോ. മോള് അവിഹിതത്തില് കൊച്ചിനെ ഉണ്ടാക്കി വന്നിട്ട് സപ്പോർട്ട് നിൽക്കുന്ന വീട്ടുകാര് പറയുന്ന കേട്ടില്ലേ, അതിനെ വേണ്ട കൊല്ലാൻ നോക്കാന്ന്. എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ? സമ്മതിക്കണം, വീട്ടുകാരെയും സമ്മതിക്കണം, മോളെയും സമ്മതിക്കണം. ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ, അപ്പൊ ഞാൻ പറയുന്നത് ശരി പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോ പോലും ഞാൻ എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഞാൻ. അതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനല്ല തന്നത്, അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മള് കറക്റ്റ് നിങ്ങളതിന് പീഡിപ്പിച്ച് മേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മള് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ചെയ്തിട്ടാണോ നമുക്ക് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചോ എന്ന് പറയുക. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥവും തന്തേന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ. അപ്പൊ ഇത് ആദ്യത്തെ അല്ല, ഇത് രണ്ടാമത്തെ കൊച്ചാണ്. ആദ്യത്തേത് അബോർട്ടായി പോയി, ഇത് രണ്ടാമത്തെ ആണ്. അപ്പൊ എടാ നിനക്കൊക്കെ ആ വീട്ടിലിരിക്കുന്ന ഭാര്യനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവളെ അങ്ങ് കെട്ടിക്കൂടെ നാറി? വീട്ടിലിരിക്കുന്ന ഭാര്യനെയും ചാച്ചിട്ട് കണ്ടവളുമാരുടെ കൂടെ പോയിട്ട് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് നിൽക്കുക ഉളുപ്പില്ലാത്തവൻ. സജനയുടെ കാര്യത്തിൽ ഇത് ആദ്യത്തെ അവിഹിതമൊന്നും അല്ല. അതിപ്പോ ഫിറോസ് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടായിരുന്നു, എവിടൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനൊക്കെ ഉണ്ടായിരുന്നു, ആരുടെ കൂടെ ഒളിച്ചോടി പോയി, എന്തുവാടെ ഇത്? ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്, എന്നോട് ചിലരുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസുകളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവ് കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പൊ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിന്റെ കാര്യങ്ങളും. ആദ്യത്തെ അവിഹിതം നിയാസ്, ഇനി രണ്ടാമത്തത്. ആദ്യത്തെ അവിഹിതം പിടിച്ചപ്പോ തന്നെ ഫിറോസ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതാ. അപ്പൊ കൈയൊക്കെ മുറിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ആണ് ഫിറോസിനെ പിടിച്ചു വെച്ചത്. ഇനി രണ്ടാമത്തെ ആളുടെ പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റന്റ് ആയിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിന്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിന അവരുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ഈ ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനായ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നപ്പം ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവര് വരുന്ന ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണക്കും. അങ്ങനെ സജന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യമൊന്നും കണ്ടില്ല. പക്ഷെ ഈ മനസ്സിലായി അതിനകത്ത് അതിന്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനി. രണ്ടാമത്തെ അവിഹിതം, അതിന്റെ പ്രൊഡ്യൂസറായിട്ട് മൂന്നാമത്തെ അവിഹിതം. എന്ത് വേടേ ഇത്? ഇത് തന്നെയാണോ നിനക്ക് പണി? ഒന്ന് കഴിയുമ്പോ ഒന്ന്, അത് കഴിയുമ്പോ വേറൊന്ന്, ഭർത്താവിന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരെണ്ണം. നിനക്ക് അത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ നിനക്ക് ഡിവോഴ്സ് ചെയ്ത് പൊക്കൂടായിരുന്നോ? ഇത് അങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോ ഡിവോഴ്സും അങ്ങനെ എന്ത് തെണ്ടിയോ ആവട്ടെ, ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോ ഡിവോഴ്സ് കൊടുക്കത്തുമില്ല. നിനക്ക് എന്നാ കണ്ട ആണുങ്ങളായിട്ട് മൊത്തം അർമാദിച്ച് നടക്കുകയും വേണം. എന്നിട്ട് അവനായിട്ട് ഒളിച്ചോടി വരെ പോയി, അത് വേറെ കാര്യം.
എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ പറ്റണ്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ കേട്ടല്ലോ, ഇതിൽ അങ്ങേരുമായിട്ടുള്ള സംസാരം വീഡിയോ. ഇത് വൃത്തികെട്ട സ്ത്രീ എന്നും നിന്റെ മൊയ്തീൻ എന്ന് സിനിമ ഡയറക്ട് ചെയ്ത അവനായിട്ട് അവൈതം ഇത് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ഇത് മാത്രമാണോ പണി? വേറെ ഒരു പണിയില്ലേ? അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള അവിഹിതം. അയ്യാ, ഇതെങ്ങാണ്ട് ആരോ പറയുന്ന പോലെ മറ്റേ പഞ്ചായത്ത് കിണറോ സംതിങ് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ഷഫീന ബീവി പറയുന്നല്ലേ പഞ്ചായത്ത് കിണറ്. അതന്നെ, സമ്മതിച്ചു, വിശ്വസിച്ചു. ഇനി നാടകമായിട്ട് വരണ്ട, വിശ്വസിക്കില്ല. നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാ മതി. വേറത്തെ പണ്ടാരടങ്ങി ഇമാതിരി കയ്യിലിരിപ്പം വെച്ചിട്ടാണ് അവളെ കണ്ടവന്മാര് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുന്നത്. കഷ്ടം. പോയി വല്ല വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. ശരിയെന്നാ.